ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശാഖ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഹൃദയഗതിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേക കഴിവുള്ളവരും, സംസാരത്തിൽ വശ്യശക്തിയും പെരുമാറ്റത്തിൽ നയചാതുര്യമുള്ളവരും, സൗന്ദര്യബോധമുള്ളവരും, ധാർമ്മികരും, ശുദ്ധഹൃദയരും, വലിയ ബുദ്ധിശാലികളും, വളരെ അന്തസ്സുള്ള പെരുമാറ്റമുള്ളവരുമായിരിക്കും. ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരോട് വലിയ ദയുള്ളവരും, സഹനശക്തിയും ത്യാഗശീലമുള്ളവരും, എന്നാൽ നേരായ വഴിയും കുറുക്കു വഴിയും പോകാൻ അറിയുന്നവരും, സജീവകാലം നിർജീവകാലം എന്നിങ്ങനെ 2 കാലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വിശാഖം ഒരു ധർമ്മനക്ഷത്രമായതിനാൽ സ്വന്തം ധർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ ഇവർ വ്യതിചലിക്കില്ല. 2 ദേവന്മാർ ഇന്ദ്രനും അഗ്നിയും നക്ഷത്ര ദേവതകളായി വരുന്നതുകൊണ്ട് ഇരട്ട വ്യക്തിത്വം ഇവരിൽ കാണാൻ കഴിയും. അഹങ്കാരവും തേജസ്സും ഇവരിൽ മുന്നിട്ട് നിൽക്കും. യൗവന മധ്യം മുതൽക്ക് തന്നെ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നതായിരിക്കും ഭൂരിപക്ഷം വിശാഖ നക്ഷത്രക്കാരും. തുലാക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർ തുറന്ന മനസ്സുള്ളവരും ഹൃദ്യമായ പെരുമാറ്റമുള്ളവരും, വൃശ്ചികക്കൂറുകാരായ വിശാഖ നക്ഷത്രക്കാർ അല്പം സങ്കുചിത മനസ്സും അന്തർമുഖികളുമായിരിക്കും. വിശാഖ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഭർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരും ഈശ്വരഭക്തിയും കുലീനത്വമുള്ളവരായിരിക്കും. എന്നാൽ ഇവർക്ക് ഭർത്തൃവിരഹത്തിന് സാധ്യത കൂടുതലാണ്. തുലാക്കൂറുകാരെ അപേക്ഷിച്ച് വൃശ്ചികക്കൂറുകാരുടെ ദാമ്പത്യ ജീവിതം മെച്ചപ്പെട്ടതായിരിക്കും. ഇവർക്ക് അനുരൂപനായ ജീവിത പങ്കാളിയെ ലഭിക്കും. തുലാക്കൂറുകാരായ വിശാഖം നാളുകാരുടെ ദാമ്പത്യ ജീവിതം കാറും കോളും നിറഞ്ഞതായിരിക്കുമെങ്കിലും സംയമനം പാലിക്കുന്നതിനാൽ തട്ടിയും മുട്ടിയും മുന്നോട്ടു പോകും. വിശാഖ നാളുകാർ തങ്ങളുടെ സന്താനങ്ങളെ അമിതമായി സ്നേഹിച്ചു വഷളാക്കുന്ന സ്വഭാവക്കാരല്ല. തന്മൂലം മാതാപിതാക്കൾക്ക് തങ്ങളോട് സ്നേഹക്കുറവുണ്ടോ എന്ന് തോന്നിയേക്കാം. വിശാഖ നാളുകാരുടെ മാതാപിതാക്കൾ ആർദ്രതയും സ്നേഹവാത്സല്യവും കുടുംബമഹിമയുമുള്ളവരായിരിക്കും. എങ്കിലും സാഹചര്യം കൊണ്ട് മാതാപിതാക്കളിൽ നിന്ന് അകന്നു ജീവിക്കാൻ ഇടവരുന്നവരായിരിക്കും ഭൂരിപക്ഷം വിശാഖ നാളുകാരും.